പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെയോ സാഹചര്യങ്ങളുടെ നടുവിൽ വളരെ ഞെരുക്കത്തിൽ കൂടെ, സാമ്പത്തിക തകർച്ചയിൽ കൂടെ മുന്നോട്ടു പോകാൻ കഴിയാതെ ഭാരത്തോടെ ഭവനങ്ങളിലായിരിക്കുന്ന ചിലരെ ദൈവം കാണുകയാണ്. ഞെരുക്കങ്ങൾ, ഒരു വിശാലതയിലേക്ക് എത്തപ്പെടാൻ കഴിയാതെ എന്നും ഞെരുക്കത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ചിലരെ ദൈവം കാണുന്നു. ഒരു ലക്ഷ്യത്തിലേക്ക് ചെന്നെത്താൻ കഴിയുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ഉപവസിക്കുന്നുണ്ട്, എല്ലാം നിങ്ങൾ ചെയ്യുന്നെങ്കിലും വേണ്ടുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയാതെ എവിടെയൊക്കെയോ ഏതൊക്കെയോ മേഖലകളിൽ സ്റ്റക്കായി നിൽക്കുന്ന ചില അനുഭവത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ചിലർ ഉണ്ട്. ഹല്ലേലൂയ. ബ്രേക്ക് നഷ്ടപ്പെട്ട് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ചേരാൻ കഴിയാതെ ഏതോ ഒരു വൻ വൃക്ഷത്തിൽ ചെന്ന് ഇടിച്ച്, ഒരു മതിൽക്കെട്ടിൽ ചെന്ന് ഇടിച്ച് സ്റ്റക്കായി നിൽക്കുന്ന ഒരു വാഹനം എന്നതുപോലെ മുന്നോട്ട് പോകാൻ കഴിയാതെ ഏതൊക്കെയോ മേഖലകളിൽ സ്റ്റക്കായി കിടക്കുന്ന ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ചിലരെ ദൈവം കാണുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് അറിയിക്കുന്ന ഈ സന്ദേശത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട് ആ മേഖലയ്ക്കകത്ത് നിന്ന് നിങ്ങളെ പുറത്തെടുക്കാൻ പോകുകയാണ്. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായം 5 വാക്യത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ ഇപ്രകാരം പറയുന്നു: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതും ഇല്ല. നിങ്ങളുടെ ചുറ്റുപാടിലുള്ളവർ ഹല്ലേലൂയ നിങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ നിങ്ങളെ കുറിച്ച് വേണ്ടാധീനങ്ങളെ പറഞ്ഞ്, നിങ്ങളെ കുറിച്ച് ദേശത്ത് അപവാദങ്ങളെ പറഞ്ഞ് പരത്തി മനുഷ്യരുടെ ഇടയിൽ ഒരു വിലയും നിങ്ങൾക്ക് കൽപ്പിക്കാതെ നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന സമൂഹത്തിന്റെ മധ്യത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ബൈബിൾ പറയുന്നു, നിങ്ങൾ അവരെ നോക്കരുത്. മനുഷ്യന്റെ മുഖം നോക്കി ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ, നിങ്ങളുടെ ആത്മിക ജീവിതത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മനുഷ്യരുടെ മുഖം നോക്കിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമായിരിക്കും. അതിനെ വിട്ടുകളയുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിങ്ങളെ വിളിച്ച ദൈവത്തെ, നിന്നെ പേർ ചൊല്ലി വിളിച്ച നിങ്ങളുടെ ദൈവത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം വൻ വിജയമായിരിക്കുമെന്ന് ഈ സമയം, ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് ഒരിക്കൽ ഇപ്രകാരം സങ്കീർത്തനങ്ങൾ 121 അധ്യായം 1 വാക്യത്തിൽ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഈ വചനം ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ചില കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സഹായം വന്നെത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നീ നനച്ചിരിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ
ദൈവത്തിനകത്ത് വന്ന് ചേരാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രത്യുത ദാവീദ് പറയുന്നു, പർവ്വതത്തിൽ വസിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം എൻ്റെ ദൈവത്തിങ്കലേക്ക് ഞാൻ എൻ്റെ ദൃഷ്ടികൾ ഉയർത്തുകയാണ്. ഒരു സഹായത്തിന് വേണ്ടി ആമേൻ ദാവീദ് ദൈവത്തിങ്കലേക്ക് നോക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ആമേൻ നീ മനുഷ്യനെ നോക്കണ്ട, മനുഷ്യരുടെ മുഖം നിങ്ങൾ നോക്കണ്ട. ആമേൻ ദൈവത്തിന്റെ മുഖം നോക്കി ഈ നാളുകളിൽ നിങ്ങൾ യാത്ര തുടരുന്നു എങ്കിൽ ആ യാത്രയുടെ അന്തിമ ഘട്ടം നിങ്ങൾക്ക് വിജയമായിരിക്കുമെന്ന് ആമേൻ ഹല്ലേലൂയ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങൾ 123 അധ്യായം 1-2 വാക്യങ്ങൾ ആമേൻ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളോവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് ആകുന്നു. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ നോക്കിക്കൊണ്ട് ഇന്ന് നീ നോക്കേണ്ടത് മനുഷ്യരുടെ മുഖത്തല്ല, നീ നോക്കേണ്ടത് ദൈവത്തിന്റെ മുഖത്ത്. ഏത് സമയം വരെ അവൻ നിന്നോട് കൃപ ചെയ്യുന്നത് വരെ, അവൻ നിന്നോട് കൃപ കാണിക്കുന്നത് വരെ, ആമേൻ നീ ആഗ്രഹിച്ച വിഷയത്തിന്റെ മധ്യത്തിൽ നിനക്ക് വിടുതൽ ലഭിക്കുന്നത് വരെ നീ ദൈവത്തിന്റെ മുഖത്ത് തന്നെ നീ നോക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, നീ ഒരിക്കലും ജീവിതത്തിൽ മനുഷ്യരുടെ മുഖം നോക്കേണ്ടി വരികയില്ല. മനുഷ്യന്റെ മുൻപിൽ നീ തലകുനിക്കേണ്ട സാഹചര്യം എൻ്റെ ദൈവം നിനക്ക് വരുത്തുകയില്ല. ഒരിക്കൽ മീഖാ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. മീഖാ പ്രവചനം 7-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഞാനോ യഹോവയിലേക്ക് നോക്കും. നീ നോക്കേണ്ട ഇടത്ത് നോക്കിയാൽ ഒരിക്കലും നിരാശപ്പെടുകയില്ല. ആമേൻ. നീ നോക്കേണ്ട ഇടത്ത് നോക്കേണ്ടതുപോലെ ആമേൻ നീ നോക്കേണ്ടവനിൽ നോക്കിയാൽ ഒരിക്കലും ദൈവ കുഞ്ഞെ നീ ദേശത്തോ നിന്റെ കുടുംബത്തിലോ നീ നിരാശപ്പെടേണ്ടതായിട്ട് വരികയില്ല. അതാണ് പ്രവാചകൻ പറയുന്നത്. ആമേൻ ഹല്ലേലൂയ. ഞാനോ യഹോവയിലേക്ക് നോക്കും. പ്രശ്നങ്ങൾ വന്നാലും എത്ര തന്നെ പ്രതികൂലങ്ങൾ വന്നാലും മാനുഷികമായോ പൈശാചികമായോ നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ ആ പ്രശ്നത്തിലേക്ക് നോക്കാതെ ആമേൻ ഹല്ലേലൂയ നീ ദൈവത്തിങ്കലേക്ക് നോക്കുക. ആമേൻ ഹല്ലേലൂയ. പ്രവാചകൻ പറയുന്നു, ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. പ്രവാചകൻ നോക്കുക മാത്രമല്ല, നോക്കിയവൻ കാത്തിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. നീ നോക്കുക മാത്രമല്ല, നിന്റെ ലക്ഷ്യത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ നിനക്ക് എത്തിച്ചേരേണ്ടതിന് ഒരു കാത്തിരിപ്പ് കൂടി നിന്റെ ജീവിതത്തിൽ അവശേഷിച്ചിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ പ്രൈസ് ഗോഡ്. ദൈവത്തിനെ ആമേൻ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ സന്നിധിയിലേക്ക് നോക്കും. എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആമേൻ. ആ ഒരു വിശ്വാസം, ആ ഒരു പ്രത്യാശ, ആ ഒരു ധൈര്യം ആമേൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവ പൈതലെ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നീ വലിയ ഒരു വിജയത്തിലേക്ക് ആമേൻ നീ ഒരിക്കലും പരാജിതയാകാതെ, നീ ഒരിക്കലും പരാജിതനാകാതെ ഒരു വിജയത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ട് എത്തിക്കാൻ പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് ആമേൻ ഹല്ലേലൂയ നിരാശയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയാതെ ഞെരുക്കത്തിനകത്തിട്ട് വട്ടം ചുറ്റിച്ച് പിശാച് ചിലരെ മുന്നോട്ട് വിടാതെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ആ മേഖലയിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ ആ ദൈവ കുഞ്ഞുങ്ങളെ ദൈവം വിടുതലയച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ പുറത്തു കൊണ്ടുവരുമാറാകണമേ. ഹല്ലേലൂയ. ഈ സമയം ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ആ സാഹചര്യത്തിൽ കൂടെ മുന്നോട്ട് പോകുന്ന ചിലരുടെ ബന്ധനത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ച് ആമേൻ അവരൊരു വിശാലതയിലേക്ക് യേശുവിൻ നാമത്തിൽ വന്നെത്തട്ടെ. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ നാളുകളിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിങ്കിലേക്ക് നോക്കി ആമേൻ യാത്ര ചെയ്യുക. ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടുകയില്ല. ഗോഡ് ബ്ലെസ് യു.